It is our third class, and I welcome all of you to the third class. Thank you for the previous support. Come on, let us start. Today's portion is Indian Contract Act 1872. നമ്മൾ കോൺട്രാക്ട് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ലോയിലേക്ക്, കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്ന ലോയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കൊമേഴ്ഷ്യൽ ലോ അല്ലെങ്കിൽ മെർക്കന്റൈൽ ലോ എന്ന് പറഞ്ഞതും ഇതും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്ന് സൂചന തന്നിട്ട് നമുക്ക് കിടക്കാം. കോൺട്രാക്ട് ആക്ട് ഈസ് എ പാർട്ട് ഓഫ് മെർക്കന്റൈൽ ലോ. അതായത് ഇറ്റ്സ് ഓൺലി കോൺട്രാക്ട് ആക്ടിനകത്ത് ഒരുപാട് നിയമം, ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ലോയ്ക്കകത്ത് ഒരുപാട് ആക്ടുകളുണ്ട്. അതിലൊരു ആക്ട്, നമ്മളൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് പോലെ ഒരു ഭാഗം മാത്രമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. And first of all, we should understand that Indian Contract Act or law relating to contract is the very important part of commercial law. The most important part of commercial law is Indian Contract Act, or Contract Act. Why? Because almost all commercial transactions are the result of mutual agreement between the parties. Whenever there arise or increase the parties, or whenever there comes more than one party or one person, there may be the chances of dispute. Especially as far as the case of business is concerned, as it is the transactions are related with the finance, the chances of dispute between the parties is also increasing. So there it is compulsory or necessarily to have a binding principle for the purpose of this, eliminating all the dispute that may arise between the parties. നമ്മളിവിടെ പറഞ്ഞത് ബിസിനസ് എന്ന് പറയുന്ന ഇടപാടുകൾ രണ്ടോ അതിലധികമോ ആൾക്കാർ തമ്മിൽ നടത്തുന്ന സാമ്പത്തിക ഇടപാടാണ്. എവിടെ സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടാകുന്നു അവിടെയൊക്കെ തന്നെ സാമ്പത്തിക ഇടപാടുകൾക്ക് പിന്നാമ്പുറത്തുള്ള തർക്കങ്ങൾ അഥവാ സാമ്പത്തിക തർക്കങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പൊ ആയതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യമായ തർക്കങ്ങളെ ഇല്ലാതെയാക്കുക എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് പാർട്ടികളുടെ ഇടപാടുകൾ സുഗമമായി നടത്തുന്നതിന് വേണ്ട ഒരു തത്വസംഹിത ആവശ്യമാണ്. ആ ബിസിനസ്സുകാരുടെ അത്തരത്തിലുള്ള തത്വസംഹിതയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് കോൺട്രാക്ട് ആക്ട്. So Contract Act is the very important part of mercantile law, commercial law. You see, the law relating to Indian Contract Act, the law relating to contract is called Indian Contract Act 1872. Once again, the law relating to contracts is dealt with the Indian Contract Act 1872. And you see, the Indian Contract Act 1872 came into force from the 1st September of 1872. 1872 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇതാണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 came into force from the 1st September of 1872. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ് കോൺട്രാക്ട്. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ നിയമത്തിന് ചില വസ്തുതകളെ, നിയമത്തെ സംബന്ധിച്ച ചില അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ കഴിവതും അതുപ്രകാരം തന്നെ നമ്മൾ പറയണം. സെക്ഷൻ ചേർത്ത് പറയുന്ന എനി എക്സ്പ്ലനേഷൻ dealt with a section is called definition, and the definitions of the law that is to be said as is set in the act. നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ പറയണം. അതേപോലെ തന്നെ ആ നിർവചനങ്ങൾക്കൊക്കെ സെക്ഷൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി ഫോർ യു ടു റൈറ്റ് ഓർ നോട്ട് ദ സെക്ഷൻസ് ഓൾസോ. സോ നിർവചനം പഠിക്കുമ്പോൾ അതുകൊണ്ട് സെക്ഷനോട് കൂടി തന്നെ നിർവചനം പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് സെക്ഷൻ 2 സബ്സെക്ഷൻ H, അതായത് എല്ലാ നിർവചനങ്ങളും നമ്മൾ പറയുമ്പോൾ സെക്ഷൻ കോട്ട് ചെയ്തിട്ട് വേണം പറയാൻ. ആ നിർവചനങ്ങൾ അതേ പ്രകാരം തന്നെ പറയണമെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ നിർവചനങ്ങൾ പറയുമ്പോൾ സെക്ഷനും ചേർക്കേണ്ടതുണ്ട്.
ഇനി നമ്മൾ എങ്ങനെയാ എഴുതുക, എങ്ങനെയാണ് വായിക്കുക എന്നാണ് ഇവിടെ എഴുതുന്നത്. ഇവിടെ നമ്മൾ ആസ് പെർ എന്നാൽ പ്രകാരം, ആര് പ്രകാരം, ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച്. നിർവചനങ്ങള് സാമാന്യമായിട്ട് നമ്മുടെ ആദ്യം പഠിക്കേണ്ട നിർവചനങ്ങളൊക്കെ സെക്ഷൻ 2 ചേർത്തിട്ടാണ് പല നിർവചനങ്ങളും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെക്ഷൻ 2 ഇത് വായിക്കേണ്ടത് സെക്ഷൻ 2. ഇതിനെ സബ്സെക്ഷൻ എന്ന് വേണം പറയാൻ. ഈ സബ്സെക്ഷനകത്ത് എഴുതിയിരിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പാടില്ല. അപ്പൊ സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് ഓഫ്, ഇത് ആര് പറഞ്ഞിരിക്കുന്നത്, ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ലിസൺ, ആക്ട് എന്ന് എഴുതിയിരിക്കുന്നത് നിയമമാണ്, അതുകൊണ്ട് എ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇത്രയും നമ്മൾ പറഞ്ഞു വെക്കണം. ഓക്കെ, ഇനി നിർവചനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇതുവരെ നിർവചനമല്ല, ഇത് നിർവചനത്തിന്റെ ആമുഖമായിട്ട് പറയുന്ന കാര്യമാണ്. നമ്മൾ പ്രഫിക്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം മാത്രമാണ്. ഒന്നുകൂടി ഞാൻ പറയാം. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച് ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇത് പറയണം നിങ്ങൾ, നിർവചനത്തോടൊപ്പം നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതായ കാര്യമാണ്. എന്നിട്ട് നിർവചനം തുടങ്ങുകയാണ്. ആൻ എഗ്രിമെന്റ്, AGREEMENT, an agreement. നോക്കൂ, എൻഫോഴ്സിബിൾ by law is a contract. Listen, an agreement enforceable by law is a contract. ഇതാണ് നിർവചനത്തിന്റെ പ്രസക്ത ഭാഗം. An agreement enforceable by law is a contract. Definition once again full ആയിട്ട് പറയുകയാണ്. As per section 2 subsection H of the Indian Contract Act 1872, an agreement enforceable by law is a contract. An agreement enforceable by law is a contract. Clear? Enforceable എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിയമസാധുത. ഏതൊരു എഗ്രിമെന്റിനാണോ നിയമസാധുത കിട്ടുന്നത് ആ എഗ്രിമെന്റ് കോൺട്രാക്ട് ആവും. വാട്ട് ബിക്കംസ് എ കോൺട്രാക്ട്? ചോദ്യം ഇതാ, വാട്ട് ഈസ് കോൺട്രാക്ട് ഓർ വാട്ട് ബിക്കംസ് എ കോൺട്രാക്ട്? ഇറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. വാട്ട് ബിക്കംസ് കോൺട്രാക്ട്? ഉത്തരം, agreement becomes contract. What becomes contract? Agreement becomes contract. അടുത്ത ചോദ്യം, when it becomes contract? When? അടുത്ത ചോദ്യം, when it becomes a contract. എപ്പോഴാണ് ഇത്? ഇറ്റ് മീൻസ് എഗ്രിമെന്റ്. എപ്പോൾ എഗ്രിമെന്റ് കോൺട്രാക്ട് ആവും? എന്ത് കോൺട്രാക്ട് ആകുന്നു? എഗ്രിമെന്റ് കോൺട്രാക്ട് ആകുന്നു. എപ്പോൾ എഗ്രിമെന്റ് കോൺട്രാക്ട് ആകുന്നു? അതാണ് അടുത്ത ചോദ്യം. ഉത്തരം ഇതാണ്, when it is enforced. നിയമസാധുത കിട്ടുമ്പോൾ എഗ്രിമെന്റ് കോൺട്രാക്ട് ആവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കോൺട്രാക്ട് ഈസ് ഈക്വൽ ടു എഗ്രിമെന്റ് പ്ലസ് enforceability. It is the formula. So what is contract? An agreement enforceable by law is contract. So what becomes a contract? Agreement becomes a contract. When it becomes a contract? When it gets enforceability. So contract is equal to agreement plus enforceability. ഇതാണ് ആ നിർവചനം. Once again, the definition, don't forget, try to say as it is stated in the section. It is like an agreement as per section 2 subsection H of the Indian Contract Act 1872, an agreement enforceable by law is a contract. Okay.
അപ്പൊ ആ ഭാഗം കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നത് വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺട്രാക്ട്? ദ ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺട്രാക്ട് ആർ എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി. അവർ പോയിന്റ്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പറയാൻ പോവാണ്. എഗ്രിമെന്റുകളെല്ലാം കോൺട്രാക്ട് ആണോ? വെദർ ഓൾ എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്? നമ്മുടെ ചോദ്യം ഇതാണ്. അവർ ക്വസ്റ്റ്യൻ ഈസ്, എല്ലാ എഗ്രിമെന്റുകളും കോൺട്രാക്ട് ആകുന്നുണ്ടോ? ഓഫ് കോഴ്സ് നോട്ട്. തീർച്ചയായും ഇല്ല. ഞാനിത് തുടങ്ങിയാണ്. എന്തുകൊണ്ടാണ് എല്ലാ എഗ്രിമെന്റുകളും കോൺട്രാക്ട് ആകാത്തത്? അതിങ്ങനെയാണ്. വിത്തുകൾ എല്ലാം വൃക്ഷമാകില്ല. അത് തന്നെ തത്വം. എല്ലാ വിത്തുകളും വൃക്ഷമാകില്ല. വൃക്ഷമാകണമെങ്കിൽ ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒരു വിത്തിന് ഒരു വൃക്ഷമാകാൻ പറ്റുള്ളൂ. അതുപോലെ മീൻസ് ജസ്റ്റ് ലൈക്ക് all agreements are not contract. Why all agreements are not becomes a contract means if an agreement becomes contract only if it is supported with the enforceability, and if enforceability lacks there, no agreement becomes a contract. നമ്മുടെ അർത്ഥം ഇതാണ്. എല്ലാ എഗ്രിമെന്റുകളും കോൺട്രാക്ട് ആണോ? ആവില്ല. എന്തുകൊണ്ടാവില്ല? എഗ്രിമെന്റിന് കോൺട്രാക്ട് ആകണമെങ്കിൽ ആവശ്യമായ എൻഫോഴ്സിബിലിറ്റി അഥവാ നിയമസാധുത എന്ന് പറയുന്ന ഘടകം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് ആകുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ എഗ്രിമെന്റിനും നിയമസാധുത ഉണ്ടാകണമെന്നില്ല. ആയതുകൊണ്ട് തന്നെ എല്ലാ എഗ്രിമെന്റുകളും കോൺട്രാക്ട് ആകുന്നില്ല. ഓക്കെ, അപ്പോൾ കോൺട്രാക്ട് ആകണമെങ്കിൽ എന്ത് വേണം? എൻഫോഴ്സിബിലിറ്റി വേണം. എഗ്രിമെന്റ് മാത്രം പോരാ, വിത്ത് മാത്രം പോരാ, വിത്തുകൾക്ക് വളരുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിത്ത് വൃക്ഷമാകുന്നുള്ളൂ. എന്നതുപോലെ ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് ആകണമെങ്കിൽ നിയമസാധുത ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ പറയാം, എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെന്റാണ്. ഓക്കെ, എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെന്റ്. എന്തുകൊണ്ടാണ് എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെന്റ് ആകുന്നത്? ഒരു കോൺട്രാക്ട് എന്നാൽ എഗ്രിമെന്റും എൻഫോഴ്സിബിലിറ്റിയും ചേർന്നത് തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് ഇനി ഒന്നുമേ ചേർക്കാനില്ല. യുസി, നമുക്ക് പറയാനുള്ളത് ഉരുളക്കിഴങ്ങും സവോളയും വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഉണ്ട് എന്നതുകൊണ്ട് സാമ്പാർ ആവില്ല. സാമ്പാർ ആവണമെങ്കിൽ അതിനകത്ത് ഈ കഷ്ണങ്ങളൊക്കെ വേണം എന്നത് നമ്മൾ സത്യം. ഒരു സാമ്പാറാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. പക്ഷേ കഷ്ണങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഒരിക്കലും സാമ്പാർ ആയില്ല എന്ന് പറയുന്നത് പോലെ വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് ഓഫ് എ കോൺട്രാക്ട്? എഗ്രിമെന്റ് ആൻഡ് എൻഫോഴ്സിബിലിറ്റി. സോ ഇൻ കോൺട്രാക്ട് ദർ ഈസ് എഗ്രിമെന്റ്. അപ്പോൾ കോൺട്രാക്റ്റിൽ എഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ എഗ്രിമെന്റ് മാത്രം ഉണ്ടെങ്കിൽ കോൺട്രാക്ട് ആവുമോ? ആവില്ല. ഇത്രയുള്ള അർത്ഥം. അതിന്റെ എക്സ്പ്ലനേഷൻ എന്താ? നിയമത്തിൽ ചോദിക്കുക, നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക. All contracts are agreements, but all agreements are not contract. Why? All contracts are agreements. A contract is the result of an agreement by one person and its enforceability by the law. നിയമസാധുതയും കൂടി ഉണ്ടാകുമ്പോൾ ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് ആകുന്നു. അതുകൊണ്ട് കോൺട്രാക്റ്റിനകത്ത് എഗ്രിമെന്റ് ഉണ്ട്. ബട്ട് all agreements are not contract. Why it is not becomes a contract? If it lacks to have enforceability. നിയമസാധുത ഇല്ലാതെ വന്നാൽ എഗ്രിമെന്റ് കോൺട്രാക്ട് ആവില്ല. ഇത്രയുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എല്ലാ കോൺട്രാക്റ്റുകളിലും എഗ്രിമെന്റും ഉണ്ട്, നിയമസാധുതയുണ്ട്. എല്ലാ എഗ്രിമെന്റുകളും കോൺട്രാക്ട് ആവുകയും ഇല്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനം നമ്മൾ പഠിച്ചു. സെക്ഷൻ 2 സബ്സെക്ഷൻ H ആണ്. ഇനി നമുക്ക് പോകേണ്ടത് അതിൻ്റെ എസെൻഷ്യൽ എലമെന്റുകളാണ്. വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട് എന്നുള്ളത് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. 9 പോയിന്റുകൾ നമുക്ക് പഠിക്കാറുണ്ട്. അത് സവിസ്തരമായിട്ട് പഠിക്കേണ്ടതാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമാണ്. അപ്പോൾ അത് നമ്മളുടെ നെക്സ്റ്റ് ഡേയ്സ് ക്ലാസ് ആണ്. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ദ ക്ലാസ് ആൻഡ് യു ഹാവ് ടു സബ്സ്ക്രൈബ് ഫോർ ദ പ്രീവിയസ് ക്ലാസ്സസ്. Okay, thank you.